എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിന്റെ അതിപ്രാധാന്യം നിറഞ്ഞ ഈ പ്രത്യേക പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പരിശുദ്ധ കന്യകാമറിയത്തെ വത്തിക്കാൻ തള്ളിക്കളഞ്ഞു എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ വിപുലമാണ്. നമുക്കറിയാം, വത്തിക്കാനിലെ വിശ്വാസ തിരുസംഘത്തിന്റെ മേട്ടർ പോപ്പുലി ഫിഡലീസ് എന്ന പ്രബോധനത്തിൽ മറിയം സഹരക്ഷകയല്ല, അവൾ വിശ്വാസികളുടെ മാതാവ് മാത്രമാണ് എന്ന് വത്തിക്കാൻ പറഞ്ഞതിനെ വളച്ചൊടിച്ചുകൊണ്ട് മറിയത്തെ കത്തോലിക്ക തിരുസഭ ഉപേക്ഷിച്ചു വന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ സോഷ്യൽ മീഡിയയിൽ പല കോണുകളിൽ നിന്നും പ്രചരിക്കുന്നതിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് അതിനെ ശക്തമായി അപലപിക്കുവാൻ വോയിസ് ഓഫ് ട്രൂത്ത് ഈ അവസരം വിനിയോഗിക്കുകയാണ്. വത്തിക്കാന്റെ പ്രബോധനത്തിന്റെ ഉദ്ദേശം ഈ പറയുന്ന രീതിയിലുള്ള അർത്ഥത്തിലല്ല എന്നുള്ളതാണ് സത്യം. മറിയം ദൈവമാതാവ് തന്നെയാണ്. ഈ സത്യം 4-ാം നൂറ്റാണ്ടിൽ നടന്ന എഫേസുസ് സൂനഹദോസിൽ എടുത്തു പറയുന്നുണ്ട്. അവൾ തെയോട്ടോക്കോസ് ആണ്, അതായത് അവൾ ദൈവത്തിന്റെ മാതാവാണ് എന്ന് അസന്നിഗ്ധമായി ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേ പ്രഖ്യാപനത്തിൽ തന്നെയാണ് കത്തോലിക്ക സഭ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ പല കോണുകളിൽ നിന്നും പ്രചരിക്കുന്ന അബദ്ധ പ്രചരണങ്ങൾ മാതാവിന്റെ ജപമാല നമസ്കാരം കത്തോലിക്ക സഭ നിർത്തലാക്കിയേക്കും എന്നുള്ളതാണ്. ശുദ്ധ അസംബന്ധം എന്ന് മാത്രമേ ഇതിനെ പറയാനുള്ളൂ. കാരണം ജപമാല പ്രാർത്ഥനയിൽ ഉടനീളം കർത്താവിനെ തന്നെയാണ് അവിടെ പുകഴ്ത്തുന്നത്, ആരാധിക്കുന്നത്. നമ്മൾക്ക് ഏവർക്കും അറിവുള്ളത് പോലെ തന്നെ ലുത്തീനിയയുടെ ആദ്യത്തെ 7 ജപങ്ങൾ തന്നെ ദൈവത്തോടുള്ളതാണ്. കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ എന്ന് തുടങ്ങുന്ന ആദ്യ 7 ജപങ്ങൾ ദൈവത്തിന് മാത്രമായിട്ടുള്ളതാണ്. ജപമാല രഹസ്യങ്ങളെല്ലാം ബൈബിൾ വചനങ്ങളും ദൈവത്തോടുള്ള പ്രാർത്ഥനയുമാണെന്നിരിക്കെ ജപമാല നിർത്തുമെന്നുള്ള അബദ്ധ പ്രചാരണങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയേണ്ടതാണ്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, മാതാവിന്റെ റോൾ എന്താണ് കർത്താവിന്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, വിശ്വാസികളുടെ ജീവിതത്തിൽ അവിടെ റോൾ കൃത്യമായിട്ട് തന്നെ ബൈബിൾ എടുത്തു പറയുന്നുണ്ട്. കാനായിലെ കല്യാണ വിരുന്നിൽ പരിശുദ്ധ കന്യകാമറിയം എടുത്ത അതേ റോള് തന്നെയാണ് ഇപ്പോഴും അവൾക്ക് കർത്താവിന്റെ അടുത്തും അവൾക്ക് വിശ്വാസികളുടെ അടുത്തും അവൾ അവിടെ വ്യക്തമായി പറയുന്നു, അവൻ പറയുന്നത് പോലെ തന്നെ ചെയ്യുക. നമ്മൾക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ വ്യക്തമായി പറയുന്നു, അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. അതിനോടനുബന്ധമായി എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾക്കറിയാം. അവിടെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ അമ്മ തന്റെ സ്വന്തം പുത്രനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല എന്ന്. അപ്പോൾ കർത്താവ് പറഞ്ഞത് എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 4-ാം വാക്യത്തിൽ നമ്മളത് കാണുന്നു. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയുമായിട്ടില്ല. എന്നാൽ ഇത് പറഞ്ഞതിന് ശേഷം അവൻ എന്താണ് ചെയ്തത്? വെള്ളം വീഞ്ഞാക്കുന്ന അത്ഭുതം പ്രവർത്തിക്കുകയാണ് ചെയ്തത്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ വീണ്ടും എടുത്തു പറയുന്ന കാര്യമാണ് ഇവിടെ മാതാവിന്റെ പ്രസക്തി. എന്താണ് കത്തോലിക്ക തിരുസഭയിൽ നിന്ന് അടിവരയിട്ട് പറയുന്നത്? എന്താണ് അവിടെ പറയുന്നത്? യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലിയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു എന്നാണ് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യം പറയുന്നത്. ഇവിടെ മാതാവ് വഴി, പരിശുദ്ധ കന്യകാമറിയം വഴി അവന്റെ ശിഷ്യന്മാർ പോലും അവനിൽ വിശ്വസിച്ചു. ഇവിടെ കർത്താവിനുള്ള വിശ്വാസം ഏറ്റുപറയുവാൻ വേണ്ടിയിട്ട് അവന്റെ അമ്മ കാരണമാകുന്നുണ്ടെങ്കിൽ അതാണ് വലുത്. അല്ലാതെ അവളെ സഹരക്ഷക എന്ന പദവിയിലേക്ക് ഉയർത്തി അവൾ കൃപയുടെ ആസനമാണെന്ന് പറഞ്ഞ്, അവൾ കൃപയുടെ നിറകുടമാണെന്ന് പറഞ്ഞ് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുകയും കത്തോലിക്ക തിരുസഭയുടെ വിശ്വാസങ്ങളെ അടിമുടി ഉടച്ചു മാർക്കുകയും ചെയ്യുന്ന ചില ധ്യാന കേന്ദ്രങ്ങളുടെ കയ്യിലിരിപ്പ് കാരണമാണ് ഇപ്പോൾ വിശ്വാസികൾക്ക് ഇത്തരം ഇടർച്ചയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മുൻപോട്ട് വന്നത്. ഇവിടെ നമ്മൾക്ക് എടുത്തു പറയാവുന്ന കാര്യം, മാതാവിന്റെ റോൾ വീണ്ടും എന്താണ് വിശ്വാസികളുടെ ജീവിതത്തിൽ, മാതാവിന്റെ റോൾ എന്താണ് കർത്താവിന്റെ ജീവിതത്തിൽ? ഇവിടെ നമ്മൾ വീണ്ടും യോഹന്നാന്റെ സുവിശേഷത്തെ തന്നെയാണ്
അവലംബിക്കുന്നത്. അവിടെ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 26-ാം വാക്യത്തിൽ പറയുന്നു, യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അതോടൊപ്പം തന്നെ 27-ാം വാക്യത്തിൽ പറയുന്നു, അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. കർത്താവാണ് തന്റെ അമ്മയെ വിശ്വാസികൾക്ക് നൽകിയത്. ഇതാ നിന്റെ അമ്മ. അപ്പോൾ അവൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, വിശ്വാസികൾ ചിന്തിക്കേണ്ട കാര്യം, മറിയത്തെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചിട്ടുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ സ്വീകരിച്ചിട്ടുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സംശയം ഉണ്ടാവുകയില്ല. കത്തോലിക്ക തിരുസഭയുടെ പഠനങ്ങൾ നിങ്ങൾക്ക് ഇടർച്ചയ്ക്ക് കാരണമാകുന്നില്ല. കാരണം ഇവിടെ എന്താണ് മറിയത്തിന്റെ റോളെന്ന് വ്യക്തമായി ബൈബിൾ പഠിപ്പിക്കുമ്പോൾ അത് തന്നെയാണ് കത്തോലിക്ക തിരുസഭയും പഠിപ്പിക്കുന്നത്. അവൾ ദൈവമാതാവാണ്, അവൾ വണക്കത്തിന് യോഗ്യയാണ്, അവൾ ബഹുമാനത്തിന് യോഗ്യയാണ്. എന്നാൽ അവൾ ആരാധനയ്ക്ക് യോഗ്യ അല്ല. എന്തുകൊണ്ടെന്നാൽ ആരാധന ദൈവത്തിന് മാത്രമുള്ളതാണ്, അത് കർത്താവിന് മാത്രമുള്ളതാണ്. ഇതാണ് കത്തോലിക്ക തിരുസഭയുടെ പഠനം, ഇതാണ് കത്തോലിക്ക തിരുസഭ പഠിപ്പിക്കുന്നത് തന്നെ. അത് തന്നെയാണ് വത്തിക്കാനിലെ വിശ്വാസ തിരുസംഘത്തിന്റെ മേറ്റർ പോപ്പുലി ഫിഡലീസ് എന്ന പ്രബോധനത്തിൽ പറയുന്നതും. അവൾ തെയോട്ടോക്കോസ് അല്ല എന്ന് ഈ പ്രബോധനത്തിൽ ഒരിടത്തും പറയുന്നില്ല. മാതാവ് സ്വയമായിട്ട് തന്നെ ആരാധന പാത്രമാണ് എന്ന് ഒരിടത്തും അവകാശപ്പെടുന്നില്ല, അത് ആഗ്രഹിക്കുന്നില്ല എന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നു. മാതാവ് എന്താണ് പറയുന്നത്? അവൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ചെയ്യുവിൻ. അവൻ എന്താണ് പറഞ്ഞത്? ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെയല്ലാതെ ആരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഞാൻ തന്നെയാണ് പിതാവ്, ഞാൻ തന്നെയാണ് പുത്രൻ, ഞാൻ തന്നെയാണ് പരിശുദ്ധാത്മാവെന്ന് വ്യക്തമായിട്ട് ബൈബിളിൽ കർത്താവ് പഠിപ്പിക്കുമ്പോൾ മാതാവ് അത് തന്നെയല്ലേ പറയുന്നത്? അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുവിൻ. അപ്പോൾ മാതാവ് പറഞ്ഞത് നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ, മാതാവിന്റെ ഇംഗിതം നമ്മൾ അനുസരിക്കുന്നുണ്ടെങ്കിൽ, മാതാവിനെ സഹരക്ഷകയെന്നോ അവൾ കൃപയുടെ നിറകുടമെന്നോ അവൾ കൃപാസനമെന്നോ എന്നും നമ്മൾ വിളിക്കുകയില്ല. അവൾ ദൈവത്തിന്റെ മാതാവാണ്, അവൾ വണക്കത്തിന് യോഗ്യയാണ്, അവൾ ബഹുമാനത്തിന് യോഗ്യയാണ്. നമ്മൾക്ക് നമ്മുടെ ആവശ്യങ്ങൾ അവൾ വഴി ഉണർത്തിക്കുവാനും സാധിക്കും. അത് തന്നെയല്ലേ കാനായിലെ കല്യാണത്തിന് നമ്മൾ കണ്ടത്? കർത്താവ് തന്റെ പരസ്യ ജീവിതം തുടങ്ങുന്നതിന് മുമ്പ്, തന്റെ അത്ഭുതങ്ങളുടെ പരമ്പര തുടങ്ങുന്നതിന് മുമ്പ് അവൻ അവിടെ അവളോട് പറഞ്ഞത് എന്റെ സമയമായിട്ടില്ല എന്നാണ്. എന്നിട്ടും അമ്മ പറഞ്ഞത് തള്ളിക്കളയാതെ അവൻ ചെയ്തതെന്താണ്? അമ്മയ്ക്കും വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൾ പരിചാരകരോട് പറഞ്ഞത് അവൻ പറയുന്നത് ചെയ്യുവിൻ. അമ്മയ്ക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. തന്റെ മകൻ താൻ പറഞ്ഞാൽ അനുസരിക്കും. അവൻ ദൈവത്തോടൊപ്പം തന്നെ തന്റെ മകനുമാണ്. ആ ഒരു സ്വാതന്ത്ര്യം എടുത്തുകൊണ്ടാണ് മാതാവ് കർത്താവിനോട് പറഞ്ഞത്. അവരുടെ വീഞ്ഞ് തീർന്നു പോയി. അപ്പോൾ കർത്താവ് പറഞ്ഞ മറുപടി നമ്മൾ കേട്ടു. മാതാവ് അതിനുശേഷം പരിചാരകരോട് പറഞ്ഞത് എന്താണ്? നിങ്ങൾ അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. തന്റെ അമ്മയെ ബഹുമാനിക്കുന്ന ഒരു പുത്രനെയാണ് നമ്മൾ അവിടെ കാണുന്നത്. കർത്താവ് അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. അവന്റെ ആദ്യത്തെ അത്ഭുതമാണത്. ആ അത്ഭുതം കണ്ടാണ് അവന്റെ ശിഷ്യന്മാർ പോലും അവനിൽ വിശ്വസിച്ചത് എന്ന് ബൈബിൾ പറയുമ്പോൾ മാതാവിന്റെ സ്ഥാനം എന്തായിരുന്നോ കത്തോലിക്ക സഭയിൽ, അത് തന്നെയാണ് ഇപ്പോഴും. അതിനെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇതൊരു മറുപടിയാകട്ടെ. നന്ദി, നമസ്കാരം. വിശ്വാസിയെ സംബന്ധിച്ച് എന്റെ കർത്താവേ എന്ന് വിളിക്കുന്ന പോലെ എന്റെ മാതാവേ എന്ന് ഇനിയും വിളിക്കാമല്ലോ അല്ലേ? അതെ, അത് വിളിക്കാം. പക്ഷേ ഈ പ്രയോഗങ്ങളിലാണ് പി ജി ഒരു വ്യക്തത വരുത്തുന്നത്. ഒന്ന് സൃഷ്ടിയും മറ്റൊന്ന് ദൈവവും. ക്രിസ്തുചിതമായിരിക്കുന്നത് ഏകദൈവത്തിലാണ്. അതങ്ങനെ നിലനിൽക്കണം. മറ്റുള്ളതെല്ലാം സൃഷ്ടി എന്നുള്ളതിലാണ് ഇപ്പോൾ വ്യക്തത വരുത്തുന്നത് പി ജി വത്തിക്കാൻ.